ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ ജീവിതത്തിൽ എല്ലാവിധ നഷ്ടകഷ്ടങ്ങളിൽ നിന്നും എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു വലിയ മാറ്റം അനുഭവത്തിൽ വരുന്ന, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്ന, രാജയോഗപ്രദമായ ഫലങ്ങൾ ലഭിക്കുന്ന രാശികളിൽപ്പെട്ട ഒരു 15 നക്ഷത്ര ജാതകരെ പറ്റിയാണ്. എങ്ങനെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് എന്ന് നോക്കിയാൽ, മാർച്ച് മാസം 29-ന് മഹാശനിമാറ്റം നടക്കുകയാണ്. ശനി പ്രപഞ്ചത്തിൻ്റെ തന്നെ ആയുസ്സിനെ കുറിക്കുന്ന ആയുൾകാരകനും പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനുമാണ്. അതുപോലെ തന്നെ ശനിയാണ് വിധിയെ നിയന്ത്രിക്കുന്ന ഗ്രഹം, വിധിഗ്രഹവും. ഇങ്ങനെയുള്ള ശനി മാർച്ച് 29-ന് രാശി മാറി. ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി മീനം രാശിയിലേക്ക് രാശി മാറി വരുന്നു. ഒരു 15 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞ് സർവൈശ്വര്യങ്ങളും രാജയോഗ തുല്യഫലങ്ങളും ലഭിക്കുന്ന സമയമാണ്. ഇനി ഏതൊക്കെയാണ് ആ രാശിക്കാരെന്ന് നോക്കാം. ഈ ഒരു ശനിമാറ്റം നടക്കുന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. ശനി 30 വർഷങ്ങൾക്ക് ശേഷമാണ് മീനം രാശിയിലേക്ക് എത്തുന്നത്. മീനം രാശിയിലേക്ക് ശനി വരുമ്പോൾ ആ രാശിയുടെ അധിപൻ വ്യാഴമാണ്. ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു പ്രതീതിയാണ് അവിടെ അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ ശനി കൂടുതൽ ശുഭത്വം പ്രാപിക്കുകയും ഒരുപാട് നല്ല ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യും. ഈ ഒരു സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ ശനി ദശ നിങ്ങളുടെ ജാതകപ്രകാരം നടക്കുന്നവരുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദശയാണ് നടക്കുന്നത്, ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ അതിൽ ശനിയുടെ അപഹാരമാണോ, ശനി ശുഭനാണോ പാപനാണോ എന്ന് മനസ്സിലാക്കുക. പലരെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി ആ ജാതകവും കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകണം. കാരണം ഇവിടെ പറയുന്ന ഒരു 15 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം കാലമാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം ആ ജാതകം പ്രകാരമുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ, നന്മകൾ വന്നു ചേരും. നമുക്ക് ഈ ഒരു ശനിമാറ്റം ഏത് രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ഗുണഫലം നൽകുന്നത് എന്ന് നോക്കിയാൽ, മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 7.5 വർഷത്തോളമായി 7.5 ശനിയിൽ ബുദ്ധിമുട്ടിയവരാണ് മകരം രാശിക്കാർ. അതിനെപ്പറ്റി ഇതിനു മുൻപും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മകരം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ ബുദ്ധിമുട്ടുകൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് വന്ന വ്യക്തികളാണ്. പലർക്കും ഈ കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ ജീവിതത്തിൽ തന്നെ ആ ഒരു ഗതി മാറിപ്പോയ ഒരു അനുഭവമുണ്ട്. പലർക്കും ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മറ്റു ചിലരെ സംബന്ധിച്ച് ജോലി, തൊഴിലിൽ ഉണ്ടായിട്ടുള്ള താഴ്ചകൾ, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വേർപിരിവുകൾ, നമ്മൾ ഏറെ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ എന്നും തുണയുണ്ടാകുമെന്ന് കരുതിയിരുന്നവരിൽ നിന്ന് പോലും ചതി, വഞ്ചന ഒക്കെ അനുഭവത്തിൽ വന്ന ഒരു കാലം. അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സ്വന്തം കിടപ്പാടം വരെ ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥയിലൊക്കെ എത്തിയ മകരം രാശിക്കാരും നിരവധിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളും വിട്ടുമാറുന്ന ഒരു നല്ല സമയമാണ് മാർച്ച് 29 മുതൽ ആരംഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം, സന്തോഷം, സുഖം നൽകുന്ന തരത്തിൽ, മനസ്സിന് തന്നെ ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റ കാലഘട്ടമാണ്, ഒരു ഉയർച്ചയുടെ കാലഘട്ടമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന സമയം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെ തടസ്സം, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായ ഗ്രഹമായതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അനുഭവത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നല്ല ഉയർച്ച, അതുമൂലം നല്ല ധനവരവ് ഒക്കെ വന്നു ചേരും. വിദേശ ജോലി ഭാഗ്യം, വിദേശവാസമൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രതിസന്ധി, ബുദ്ധിമുട്ടുകൾ, രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണ മോചനം ലഭിച്ച് നിങ്ങൾക്ക് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന കാലത്തിൻ്റെ ആരംഭവുമാണ്.
ഇത്രയും കാലം നിങ്ങളെ പരിഹസിച്ചിരുന്ന വ്യക്തികളുടെ മുൻപിൽ നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള ഒരു ജീവിത ഉയർച്ച, ഒരു മുന്നേറ്റം നിങ്ങളിലേക്ക് വന്നു ചേരും. വളരെ വലിയ മാറ്റങ്ങൾ, നന്മകളാണ് മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ, അത് നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ധനപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. എത്ര വലിയ കടക്കെണിയാണ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും അതിനെയൊക്കെ പരിഹരിക്കത്തക്ക തരത്തിലൊരു സാമ്പത്തിക അഭിവൃദ്ധി, ധനവരവ് വന്നു ചേരും. കുടുംബത്തിലൊരു സമാധാനം, സന്തോഷം അനുഭവത്തിൽ വരും. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടുള്ള സമയം നടക്കും. പലർക്കും സ്വന്തമായി ഭൂമി വാങ്ങാൻ, ഗൃഹം നിർമ്മിക്കാനൊക്കെയുള്ള യോഗമുണ്ടാകും. അതുപോലെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. നല്ല അനുയോജ്യമായ മംഗളകരമായിട്ടുള്ള വിവാഹമൊക്കെ, ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു മതിപ്പും വിലയും ലഭിക്കുന്ന സമയം. നിങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള മുക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മുന്നേറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. സമയം നിങ്ങൾക്ക് അത്രമേൽ അനുകൂലമാണ്. നിങ്ങളുടെ മനസ്സിന് അത്രമേൽ ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, ധൈര്യം, സന്തോഷം, സുഖം നൽകുന്ന തരത്തിലാണ് പല അനുഭവങ്ങളും വന്നു ചേരുക. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ ഐശ്വര്യങ്ങളും മാർച്ച് മാസം 29 മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് മാർച്ച് മാസം 29 മുതൽ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ദുഃഖദുരിതങ്ങളും കഷ്ടതകളും വിട്ടൊഴിയും. പ്രധാനമായിട്ടും നിങ്ങൾക്ക് മാർച്ച് 29 ശനി മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് 6ാം ഭാവമായ രണരോഗ ശത്രുസ്ഥാനമായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരനുഭവം ഉണ്ടാകും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും. സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് പണം വരുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള രീതികളിൽ കൂടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ട്, അതിനുവേണ്ടി പണം മുടക്കേണ്ട അവസ്ഥയൊക്കെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന ഒരു സമയം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള എതിർപ്പുകൾ, ശത്രുതകൾ, അത് സ്വന്തം കുടുംബത്തിൽ നിന്നോ, കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിന്നോ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിന്നോ, നിങ്ങൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖല, ബിസിനസ് മേഖലയിലൊക്കെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനാവശ്യമായിട്ടുള്ളൊരു ശത്രുത, ഒരു എതിർപ്പുകൾ, ഇതൊക്കെ വിട്ടുമാറുകയും അങ്ങനെ നിങ്ങളെ എതിർത്തവർ പോലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വന്നു ചേർന്ന് നിങ്ങളുടെ കർമ്മമേഖല വളരെ നല്ല രീതിയിൽ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കോടതി വ്യവഹാരങ്ങൾ, കേസ് വഴക്കുകളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ, അത് ദാമ്പത്യപരമായിട്ടാണെങ്കിലും ഭൂമി സംബന്ധമായിട്ടോ മറ്റെന്ത് തരത്തിലാണെങ്കിലും കോടതി കേസ് വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ച് അതൊക്കെ നിങ്ങൾക്ക് അനുകൂലത്തിൽ വരിക, അല്ലെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മുക്തി ലഭിക്കുക, അങ്ങനെയുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം വളരെ വളരെ അനുകൂലമാണ്. അതുപോലെ ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, തടസ്സങ്ങൾ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന സമയം. അതുപോലെ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ സന്താനങ്ങൾക്ക്, കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർച്ച, അത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച, അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടത്താൻ സാധിക്കുക, ഇങ്ങനെയുള്ള ഭാഗ്യമൊക്കെ തുലാം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്കും വന്നു ചേരും. വിവാഹം കഴിഞ്ഞ് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട ദമ്പതികളാണെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയം. അതിനുവേണ്ടി നടത്തി വന്ന ചികിത്സകളൊക്കെ ഫലപ്രാപ്തിയിൽ വരുന്ന സമയമാണ്. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അത് അനുഭവത്തിൽ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തുലാം രാശിക്കാർക്ക് മാനസികവുമായിട്ടും ശാരീരികവുമായിട്ടും ഒരു സുഖം, സമാധാനം, സ്വസ്ഥത ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ചിലരെ സംബന്ധിച്ച് മാതാവിൽ നിന്ന് ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുക, അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി മാതാവിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുപോലെ പകുതി വഴിയിൽ
പൂർണ്ണമാക്കാൻ സാധിക്കാതെ കഴിഞ്ഞ സമയത്തൊക്കെ ഒരു പകുതി വഴിയിലൊക്കെ നിന്ന് പോയിരുന്ന ഭവന നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാനും ഈ ഒരു കാലത്ത് നിങ്ങളാൽ സാധിക്കും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് സമയം വളരെ അനുകൂലമാണ്. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ശനി ദശ നടക്കുന്നു, അല്ലെങ്കിൽ ശനിയുടെ ഭാവവും സ്ഥാനവും ഇപ്പോൾ നടക്കുന്ന ദശാകാലഘട്ടങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും മാർച്ച് 29 മുതൽ വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മാർച്ച് 29 മുതൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു കാലമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങൾ അഷ്ടമശനിയുടെ ശക്തമായ ദോഷം ബാധിച്ച വ്യക്തികളാണ്. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത പലതരത്തിൽ ഉള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുണ്ടായ രോഗദുരിതങ്ങൾ, ആശുപത്രി വാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടി വരുന്ന ചിലവുകൾ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ചിലർക്ക് വണ്ടി വാഹനം സംബന്ധിച്ച് അപകടങ്ങൾ, പരിക്കുകളൊക്കെ കാരണം കുറച്ചു കാലം ജോലിയൊന്നും ചെയ്യാൻ സാധിക്കാതെ ഒക്കെ ഇരിക്കേണ്ട അവസ്ഥയും, അതുപോലെ നല്ലൊരു ജോലിയിൽ നിന്ന് പെട്ടെന്ന് യാതൊരു കാരണവുമില്ലാതെ ആ ജോലി നഷ്ടപ്പെടുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് പിരിച്ച് വിട്ട ഒരനുഭവം, അങ്ങനെയുള്ള പലതരത്തിലൊക്കെ കർമ്മ മേഖലയിലും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികൾ. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം, ദാമ്പത്യ കുടുംബ ജീവിതത്തിലും കഴിഞ്ഞ ഒരു 2.5 വർഷക്കാലമായി നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള പല മോശപ്പെട്ട അനുഭവങ്ങൾ, ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ. ചില ദമ്പതിമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു താൽക്കാലിക വേർപിരിവ്, രണ്ടുപേരും 2 ഭവനത്തിൽ താമസിക്കേണ്ട ഒരവസ്ഥ, ചിലരെ സംബന്ധിച്ച് വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെയൊക്കെ എത്തിയ ഒരനുഭവം കർക്കിടകം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കുമുണ്ട്. അതുപോലെ ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അതിനൊരുപാട് അലച്ചിലുകൾ, പരിശ്രമങ്ങൾ, പ്രയാസങ്ങളൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. പലർക്കും വിവാഹ നിശ്ചയമൊക്കെ ആ ഒരു അവസ്ഥ വരെ എത്തിയ വിവാഹം പോലും മുടങ്ങിയിട്ടുണ്ട്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലുള്ള ആ പ്രതിസന്ധികൾ വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നു ചേരും. അതുപോലെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയം. ഇങ്ങനെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല വലിയ മാറ്റങ്ങൾ, ശുഭമായിട്ടുള്ള ഫലങ്ങളൊക്കെ വന്നു ചേരും. ആരോഗ്യം, അതിനുവേണ്ടി പണം മുടക്കിയ അവസ്ഥയൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവും ഉന്മേഷവുമൊക്കെ ശരീരത്തിൽ ലഭിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കും. ശനി കർമ്മകാരകനായതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് ആഗ്രഹിച്ച വിദേശ ജോലിയോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ സമയം മുന്നോട്ട് വളരെ അനുകൂലമാണ്. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന കർക്കിടകം രാശിക്കാർക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളുണ്ടായിരുന്ന ആ ഒരു സാമ്പത്തിക നഷ്ടങ്ങൾ, കഷ്ടതകളൊക്കെ വിട്ടുമാറി ആ ബിസിനസ്സിലൊക്കെ നല്ലൊരു പുരോഗതി വന്നു ചേരുന്ന സമയമാണ്. പൊതുവെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നല്ല നല്ല ഗുണഫലങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരും. കഴിഞ്ഞ കാലങ്ങൾ അഷ്ടമശനിയുടെ കാലഘട്ടത്ത് കയ്യിലിരുന്ന പണം അത് സ്വന്തം ബന്ധങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഒരു കടമായിട്ടോ മറ്റോ കൊടുത്തിട്ട് അത് തിരിച്ചു ലഭിക്കാത്ത അവസ്ഥ പല കർക്കിടക രാശിക്കാർക്കുണ്ട്. പണം വാങ്ങി നമ്മളെ ചതിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആവശ്യത്തിന് തിരികെ ലഭിക്കാതെ അത് ചോദിക്കുന്ന സമയത്തൊരു ശത്രുതയൊക്കെ പുലർത്തുന്ന വ്യക്തികൾ, അത് സ്വന്തം ബന്ധത്തിൽപ്പെട്ടവരും സുഹൃത്തുക്കളും ഒക്കെയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന സമയമാണ്. എല്ലാ തരത്തിലും കർക്കിടകം രാശിക്കാർക്ക് കാലം, സമയം വളരെ അനുകൂലമാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാകും, ഭാഗ്യം വന്നു ചേരും. ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഭാഗ്യവും. അതുകൊണ്ട് നിങ്ങൾക്ക് പല നന്മകൾ, നേട്ടങ്ങളൊക്കെ മുന്നോട്ട് വന്നു ചേരും. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ആ സ്വന്തം ജനന ജാതകം നോക്കി ശനിദശ നടക്കുന്നവരുണ്ടോ, ശനിയുടെ ഭാവവും സ്ഥാനവും മറ്റ് ജാതകത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും.
ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വൈശ്വര്യങ്ങളും മാർച്ച് 29 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലതരത്തിലുള്ള ദുഃഖങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും വിട്ടുമാറുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ ഒരു 2.5 വർഷക്കാലം നോക്കുമ്പോൾ നിങ്ങൾക്ക് അർദ്ധാഷ്ടമ ശനി 4-ാം ഭാവത്തിൽ സഞ്ചരിച്ച കാലഘട്ടം പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മനസ്സിനെ അലട്ടുന്നതും ആശയക്കുഴപ്പത്തിലാക്കുന്നതുമായ പല സംഭവ വികാസങ്ങളൊക്കെ ജീവിതത്തിൽ നടന്ന വ്യക്തികളാണ്. പലരെയും സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച് അത് പകുതി വഴിയിൽ മുടങ്ങിപ്പോയ അവസ്ഥ, അതുപോലെ സാമ്പത്തികപരമായിട്ട് ഒരു ലോണിനൊക്കെ അപേക്ഷിച്ചിട്ട് അതിലൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ദാമ്പത്യ കുടുംബ ജീവിതത്തിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അർദ്ധാഷ്ടമ ശനി കാലഘട്ടം നൽകിയിട്ടുണ്ട്. പൊതുവെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2.5-3 വർഷം നോക്കുമ്പോൾ ഒരുപാട് വലിയ നേട്ടങ്ങളോ നന്മകളോ ഒന്നും പറയാനായിട്ടില്ല. വെള്ളത്തിലെ ആമ്പലിൻ്റെ സ്ഥിതിയാണ്. ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ആമ്പൽ മുന്നോട്ട് പോകുന്നത് പോലെ ജീവിതവും മുന്നോട്ട് പോയി കാണും. നിങ്ങളുടെ മനസ്സിനെയൊക്കെ ഒരുപാട് തരത്തിൽ അലട്ടുന്നതോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നതോ ആയിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ 2-3 വർഷത്തിലുള്ള ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു കാണും. അത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും, ചെയ്യുന്ന ജോലി, ബിസിനസ് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിന്ന്, പ്രത്യേകിച്ച് സഹോദരങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ പലതരത്തിൽ ഉള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വാക്കുതർക്കങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നൊരു കാലഘട്ടമാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വലിയൊരു ഈശ്വരാനുഗ്രഹം, ഒരു നന്മ, ഭാഗ്യമൊക്കെ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം ലഭിക്കുന്ന തരത്തിൽ, മനസ്സിനൊരു സുഖം, സന്തോഷം ലഭിക്കുന്ന തരത്തിൽ നല്ല അനുഭവങ്ങളുണ്ടാകും. ഇത്രയും കാലം നിങ്ങളുടെ മാനസിക സ്ഥിതി എങ്ങനെയായിരുന്നു, അതിന് നേർ വിപരീതമായി നല്ലൊരു ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഒക്കെ ലഭിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭൂമി സംബന്ധം, അതുപോലെ സ്വത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള കാലഘട്ടമാണ് സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണത്തിനുള്ള യോഗം, ഇതൊക്കെ വന്നു ചേരുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഉന്നതിയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരും. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ആയുൾകാരകനും കർമ്മകാരകനുമായ ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റുന്ന തരത്തിൽ നല്ല അനുഭവങ്ങളുണ്ടാകും. ആർക്കാണോ ഒരു ജോലി പോലും ഇല്ലാതിരിക്കുന്ന വ്യക്തികൾ, അവർക്കൊക്കെ ഈ ഒരു സമയം മുതൽ ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ അവരവരുടെ കർമ്മത്തിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, ബിസിനസ്സിലൊക്കെ ഉണ്ടാകും. പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു എന്ന് തന്നെ പറയാം. അത്രമാത്രം മാനസികമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിച്ച വൃശ്ചികം രാശിക്കാർക്ക് ഈ മുന്നോട്ടുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം, നല്ല സമയമെന്ന് പറയുന്നത്. എല്ലാ തരത്തിലും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു സമാധാനം, സുഖം, സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. വൃശ്ചികം രാശിയിൽ വരുന്ന ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ശനിയുടെ പ്രഭാവം വളരെ ശക്തമായിട്ട് പ്രതിഫലിക്കും. വളരെ നല്ല സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇത്രയും കാലം കണ്ടകശനി എന്ന ശക്തമായ ദോഷത്തിൽ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ, ദുരനുഭവങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ് പൊതുവെ ഇടവം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. ഈ കഴിഞ്ഞ 2.5-3 വർഷം കണ്ടകശനിയിൽ നിന്ന്
ആരെങ്കിലും രക്ഷ നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശക്തമായ കണ്ടകശനി ദോഷം ആർക്കെങ്കിലും അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ അത് അവരുടെ സ്വന്തം ജനന ജാതകപ്രകാരം അത്രമേൽ നല്ലൊരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടന്നവർക്ക് മാത്രമായിരിക്കും. അല്ലാത്ത പല വ്യക്തികളെയും സംബന്ധിച്ച് കണ്ടകശനി കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. പ്രധാനമായിട്ടും അവരവരുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഒക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിച്ചവരാണ്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, അലസത, നമ്മൾ തുടങ്ങി വെക്കുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമാക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയൊരു അവസ്ഥ പലരെയും സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലും വിവാഹത്തിൻ്റെ കാര്യങ്ങളിലും ഒക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടവം രാശിക്കാരായ പലർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നല്ലൊരു ഉയർന്ന പൊസിഷനിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് എത്തിച്ചേരുക, അതുപോലെ ബിസിനസ്സൊക്കെ നടത്തിയിരുന്നവർക്ക് പെട്ടെന്ന് ബിസിനസ്സിൽ നഷ്ടം, ആ ബിസിനസ്സൊക്കെ ഉപേക്ഷിക്കേണ്ട സാഹചര്യം, അതുപോലെ വിദേശത്ത് ജോലി ചെയ്ത പല വ്യക്തികൾക്കും അപ്രതീക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങി വരേണ്ട അവസ്ഥ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കർമ്മസംബന്ധമായിട്ടും ഇടവം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാവുക, അതുമൂലം ആശുപത്രിവാസം, അതിനുവേണ്ടി പണം കടം വാങ്ങുക, അതുപോലെ ലോൺ എടുത്ത് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അതൊക്കെ ബാധ്യതയായിട്ട് മാറുന്ന ഒരവസ്ഥ, ഇങ്ങനെ പല കാര്യങ്ങളുമാണ് ഇടവം രാശിക്കാർക്ക് ഈ ഒരു കഴിഞ്ഞ 2.5-3 വർഷക്കാലം അനുഭവത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന സമയം ആരംഭിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നേറാൻ പറ്റുന്ന സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പ്രവർത്തനം ആരംഭിച്ച് പൂർത്തിയാക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവപ്പെട്ടവരാണ് നിങ്ങൾ. അത് കടം വാങ്ങിച്ചുകൂടെ ചിലവഴിക്കേണ്ട അവസ്ഥ, അത്രമേൽ പാഴ്ചിലവുകൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അനുഭവത്തിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അത് പാഴ്ചിലവാകാതെ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന അവസരങ്ങൾ വന്നു ചേരും. ഈശ്വരാനുഗ്രഹം ഉണ്ടാകും, ഭാഗ്യം വന്നു ചേരും. പലരെയും സംബന്ധിച്ച് ഒരു ജോലിയിലുണ്ടായിരുന്ന കഷ്ടതകൾ, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറും. ജോലിയില്ലാത്ത വ്യക്തികൾക്ക് പോലും ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ കാലാകാലങ്ങളായി ലഭിക്കാതിരുന്ന പല പ്രമോഷനോ അതുപോലെ ഉയർച്ചകളോ ആഗ്രഹിച്ച ഇടത്തേക്കൊരു സ്ഥലം മാറ്റമോ ഒക്കെ ലഭിക്കും. ഇടവം രാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു കാലഘട്ടം ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലിക്ക് വളരെയധികം സാധ്യത ഉള്ള ഒരു സമയമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കും. അതുപോലെ വിദേശ ജോലി ഭാഗ്യം, വിദേശത്തൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ച് വിസ സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടോ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച് വന്നിരുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി വിദേശ ജോലി ഭാഗ്യം വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചും സമയം വളരെ അനുകൂലമാണ്. നല്ല ധനവരവുണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. മുന്നോട്ടുള്ള ഈ ഒരു 2.5 വർഷക്കാലത്തിൽ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ പല വലിയ മാറ്റങ്ങളും വരും. കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന സ്വന്തമായിട്ടുള്ള ഭവനമെന്ന ആഗ്രഹം പലർക്കും സാക്ഷാത്കരിക്കപ്പെടും. സ്വന്തമായി ഭൂമി വാങ്ങും. ആഗ്രഹിച്ച വണ്ടി വാഹനം സ്വന്തമാകുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു സ്ഥിരത വന്നു ചേരും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ശുഭകാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കുന്ന അവസ്ഥയൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ വിട്ടുമാറുക, നല്ല അനുയോജ്യമായിട്ടുള്ള വിവാഹം നടക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് യോഗകാരകനായ ഗ്രഹമാണ് ശനീശ്വരൻ. ആ ശനി 30 വർഷങ്ങൾക്ക് ശേഷം 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങൾ, നന്മകളാണ് വരുവാൻ പോകുന്നത്. സമയം അനുകൂലമാണ്. കഴിഞ്ഞൊരു 3 വർഷക്കാലം ജീവിതത്തിൽ അനുഭവിച്ച ആ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾക്കൊക്കെ വിപരീതമായി ശനീശ്വരൻ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്ന കാലഘട്ടമാണ് ആരംഭിക്കാൻ പോകുന്നത്. ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ സ്വന്തം ജനനജാതകം നോക്കുക. ശനിദശ നടക്കുന്നവരുണ്ടോ നോക്കുക. ശനിയുടെ അപഹാരം നടക്കുന്നവരുണ്ടോ എന്ന് മനസ്സിലാക്കുക. മറ്റ് ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ഇടവം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും മാർച്ച് 29 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.